നമസ്കാരം. നമ്മുടെ മലയാളം സിനിമാ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ കേരളക്കരയെ മുഴുവനായിട്ട് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എന്തൊക്കെ നാടകങ്ങളൊക്കെയാ നടന്നത്. വലിയ പ്രശ്നങ്ങളും വലിയ ഓളങ്ങളും ഒക്കെ തന്നെ അത് സൃഷ്ടിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങോട്ട് റിലീസായതിന് പുറകെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് നടന്മാർക്കെതിരെ ആരോപണവുമായിട്ട് പല ആൾക്കാർ രംഗത്ത് വന്നു. പക്ഷെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുഴുവൻ അങ്ങ് പരിഹരിക്കപ്പെടുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ വല്ലതും പരിഹരിച്ചോ? ഒന്നും പരിഹരിക്കപ്പെട്ടില്ല. പിന്നെ രംഗത്ത് വന്ന ആൾക്കാർ പലതും ഫേക്ക് കേസുകളാണെന്നാണ് തെളിഞ്ഞത്. ചിലത് ഒറിജിനൽ ആണെങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള കേസുകൾക്ക് പോലും യാതൊരു രീതിയിലുള്ള നടപടിയും എടുത്തിട്ടില്ല. ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരൊക്കെ തന്നെ ജാമ്യത്തിലിറങ്ങി സുഖമായിട്ട് ജീവിക്കുന്നു. ഇനി അത് റിലേറ്റഡ് ആയിട്ടുള്ള വല്ലതും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് സീരിയലിൽ നിന്ന് അടുത്ത എൻട്രി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആരൊക്കെയാണെന്നല്ലേ? ശ്രീകുമാറും ബിജു സോഭാനും. ഇവരെ രണ്ടുപേരെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. മലയാളികൾക്കൊക്കെ തന്നെ ഇവരെ പരിചയമുണ്ട്. ഉപ്പും മുളകും എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ് കൂടുതലും പരിചയം. അപ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരായിട്ടുള്ള രണ്ടു പേര്, മലയാളി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരായിട്ടുള്ള രണ്ട് ആൾക്കാർ. അപ്പൊ ഇവർക്കെതിരെയാണ് അടുത്ത ആരോപണം വന്നേക്കുന്നത്. അടുത്ത ആരോപണവുമായിട്ട് ഒരു യുവതി രംഗത്ത് വന്നിട്ടുണ്ട്. സീരിയൽ ഷൂട്ടിങ്ങിനിടെ എന്താണ്ടൊക്കെ പ്രശ്നമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു വാർത്തയുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേട്ടു നോക്കാം. നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ. അപ്പം ഇതാണ് സംഭവം. ഇപ്പൊ ജസ്റ്റ് ആരോപണം മാത്രമാണ്. അതിലിപ്പോ പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്, അന്വേഷിക്കാനൊക്കെ പോകുന്നെന്നാണ് പറയുന്നത്. കുറെ നടക്കും അന്വേഷണം. നമ്മൾ ഇതിനെക്കാട്ടിൽ വലിയ അന്വേഷണങ്ങളൊക്കെ കണ്ടതാണ്. ഒരാൾ ഒളിവിൽ വരെ പോയതാണ്. വന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. ഒളിവിൽ പോയ ആൾക്ക് ജാമ്യം കിട്ടുന്നിടം വരെ ഒളിവിൽ പോയ ആളെ പോലീസുകാർ പോലും കണ്ടുപിടിച്ചില്ല. എന്നിട്ട് അവസാനം പോലീസുകാർ കണ്ടുപിടിച്ചിട്ട് എന്തുവായി? അയാൾ ജാമ്യത്തിൽ ഇറങ്ങി സുഖമായിട്ട് നടക്കുന്നു. ഇതേ കാര്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ആരോപണം മാത്രമാണ്. ഇവരെ കുറ്റക്കാരാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അപ്പൊ കുറ്റക്കാരാണ് എന്ന് തെളിയുന്നിടം വരെ നമ്മൾ ഈ കേസ് വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള നിരവധി കേസുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഉയർന്നു വന്നത്. പല കേസുകളും ഫേക്ക് ആണെന്ന് തെളിഞ്ഞു. സത്യമല്ലേ? ഒരുപാട് ഫേക്ക് കേസുകളുമായിട്ട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ പരാതി കൊടുത്തു എന്ന് വിചാരിച്ച് അത് ഒറിജിനൽ കേസാണ് എന്ന് യാതൊരു രീതിയിലുള്ള നിർബന്ധവും ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആണുങ്ങൾക്കെതിരെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുന്ന സ്ഥിരം പരിപാടി സ്ത്രീകൾക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരുപക്ഷെ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കാം, കുറ്റം ചെയ്യാതെയും ഇരിക്കാം. രണ്ട് പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തെളിയുന്നിടം വരെ നമുക്ക് ഈ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ കുറ്റക്കാരാണ് എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ആദ്യം തന്നെ അവസാനിപ്പിക്കുക. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, രണ്ടുപേരെയും കണ്ടാൽ നല്ല മാന്യന്മാരാണ്, എന്നിട്ട് നോക്ക് ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. കാരണം എന്താണ്? ഒരു ആണിനെതിരെ ഈ രീതിയിലുള്ള ഒരു കുറ്റം ഉയർന്നു വരുന്ന സമയത്ത് അയാളെ അങ്ങ് മോശക്കാരനായിട്ട് ചിത്രീകരിക്കും. എപ്പോഴും സ്ത്രീകളുടെ കൂടെ മാത്രമാണ് എല്ലാവരും നിൽക്കുന്നത്, മാധ്യമങ്ങളും ഒക്കെ നിൽക്കുന്നത്. ഈ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെയുള്ള കള്ളക്കേസുകൾ കൊടുക്കുമ്പോൾ, ഇത് കള്ളക്കേസാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള കേസുകൾ കൊടുക്കുന്ന സമയത്ത് അത് ജെനുവിൻ ആയിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങൾ ഇവരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടിട്ട് വലിയ രീതിയിലുള്ള വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്. കണ്ടറിയ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇവർ കുറ്റക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടട്ടെ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ.
ഇനി കള്ളക്കേസുമായിട്ട് വരുന്ന സ്ത്രീകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒരുപാട് കള്ളക്കേസുകൾ വന്നതാണ്. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു നിവിൻ പോളിക്ക് നേരെ ഉണ്ടായത്. അന്ന് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവരെ പോലും ക്രൂശിക്കാൻ ആളുണ്ടായിരുന്നു. നിവിൻ പോളി അങ്ങ് തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തായിരുന്നു. പക്ഷെ അവിടെ നിവിൻ പോളി ധൈര്യത്തോടു കൂടി നിന്നതുകൊണ്ട് തന്നെ അയാളുടെ സത്യസന്ധത തെളിയിക്കാൻ പറ്റി. അതിനുശേഷമോ അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ആ യുവതിയെ പിടിച്ച് അറസ്റ്റ് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അവരെ വെറുതെ വിട്ടു. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല. കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശിക്ഷ കൊടുക്കണം. സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ശിക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചതാണ്. ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണോ പുറത്തു വന്നത്, ആ കാര്യങ്ങളൊക്കെ തന്നെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കള്ളക്കേസ് വന്നു കഴിഞ്ഞാൽ കള്ളക്കേസ് കൊടുക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കണം. സത്യസന്ധമായിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ആ ക്രിമിനൽസിന് ശിക്ഷ കൊടുക്കണം. ഈ രണ്ട് കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെയൊക്കെ ഉദ്ദേശം കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. ഇതാദ്യം മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റും പോലീസുകാരുമാണ്.